വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ടു ഓഫീസസ് ക്ലാസ്. എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ കുട്ടികളും ഉഷാറായിട്ട് തന്നെ ഈ ക്ലാസ് ഫോളോ ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പുതിയ ടോപ്പിക്കായിട്ടുള്ള ഫ്രിക്ഷനെ കുറിച്ചിട്ടാണ്. ഫ്രിക്ഷൻ അഥവാ ഘർഷണം. എന്താണ് ഈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതറിയണമെങ്കിൽ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടെ കടന്നു പോകാം. എ ഫ്യൂ എക്സാമ്പിൾസ്. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ 2 കൈപ്പത്തികൾ യുവർ ഹാൻഡ്സ് റബ്ബ് ചെയ്ത് നോക്കുക. 2 കൈപ്പത്തികളും കൂടി റബ്ബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? റബ്ബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ആദ്യം പതുക്കെ പിന്നെ ഫാസ്റ്റായിട്ടും റബ്ബ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. 2 കൈപ്പത്തികൾ, ഇതിപ്പോൾ നമ്മുടെ കൈയാണെങ്കിൽ 2 കൈപ്പത്തികൾ തമ്മിൽ റബ്ബ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടും അല്ലേ? ഒരു ചൂട് നമുക്കെല്ലാവർക്കും അനുഭവപ്പെടും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ആ എക്സാമ്പിൾ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിലെ തീപ്പെട്ടിക്കൊള്ളി, തീപ്പെട്ടിയും തീപ്പെട്ടിക്കൊള്ളി. ഓക്കെ, തീപ്പെട്ടിയും തീപ്പെട്ടിക്കൊള്ളിയും തമ്മിൽ ഉരസാം. എന്ത് സംഭവിക്കും? യെസ്, തീപ്പെട്ടിക്കൊള്ളി കത്തും അല്ലേ? തീപ്പെട്ടിക്കൊള്ളി കത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? തീപ്പെട്ടിക്കൊള്ളിയുടെ ഒരറ്റം അതേപോലെ തീപ്പെട്ടിയുടെ മറ്റൊരു സർഫസും തമ്മിൽ ഉരസി. 2 സർഫസുകൾ തമ്മിൽ ഉരസിയപ്പോഴാണ് അവിടെ എന്തു സംഭവിച്ചത്? തീ ഉണ്ടായത്. അപ്പോൾ ഈ 2 സർഫസുകൾ തമ്മിലുണ്ടാകുന്ന ഈ ഉരസലിന് പറയുന്ന പേരാണ് ഫ്രിക്ഷൻ അഥവാ ഘർഷണം എന്ന് പറയുന്നത്. When 2 or more bodies are in contact, there will forms a force which opposes the relative motion of these bodies. That opposing force is known as the friction. പിടികിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ടീച്ചർ കാണിക്കാം, ശ്രദ്ധിച്ച് നോക്കാം. When 2 or more bodies are in contact, then there is a force which opposes the relative motion between these bodies, and that force is known as the friction. നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ എന്താണ്? 2 കൈപ്പത്തികൾ അല്ലേ? 2 കൈപ്പത്തികൾ തമ്മിൽ ഉരസാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ 2 കൈപ്പത്തികൾ. ഓക്കെ, ഈ 2 കൈപ്പത്തികൾ തമ്മിൽ ഉരസുന്ന സമയത്ത് ഈ 2 കൈപ്പത്തികൾക്കും എന്താണ് സംഭവിക്കുന്നത്? there is a motion അല്ലേ? there is a motion. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ മോഷൻ പറയുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് റിലേറ്റീവ് മോഷൻ. ഓക്കെ, അപ്പോൾ 2 കൈപ്പത്തികളും തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ദേ ആർ ഇൻ റിലേറ്റീവ് മോഷൻ. അപ്പോൾ ഇവർ റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ആ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിലേറ്റീവ് മോഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെയുള്ള റിലേറ്റീവ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് നമ്മുടെ കൈപ്പത്തികൾ തമ്മിലുള്ള മോഷൻ്റെ ഡയറക്ഷൻ ദേ ഇങ്ങനെയാണെങ്കിൽ ഒപ്പോസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ദേ ഇങ്ങോട്ടായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫോഴ്സിന് പറയുന്ന പേരാണ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം എന്ന് പറയുന്നത്.
അപ്പോൾ ഘർഷണം പറയുന്നത് എപ്പോഴാണ്? രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ വരുമ്പോഴുണ്ടാകുന്നതാണ് ഘർഷണം, അല്ലേ? അപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാകുന്ന ഫോഴ്സിനെ നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയും. ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതെപ്പോഴും റിലേറ്റീവ് മോഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓർത്തിരിക്കുക, ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് ഈസ് ഓൾവേസ് opposes the direction of the relative motion of these bodies. ഇപ്പോൾ നമ്മളിവിടെ കൈപ്പത്തിയുടെ എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ രണ്ടാമത് പറയുന്നത് നമ്മളുടെ തീപ്പെട്ടിക്കൊള്ളിയുടെ, അല്ലേ? തീപ്പെട്ടിക്കൊള്ളിയുടെ എക്സാമ്പിൾ നിങ്ങളെടുത്ത് നോക്കൂ. സിമ്പിളല്ലേ? ഇതാണ് നമ്മുടെ തീപ്പെട്ടി. ഓക്കെ, നമ്മുടെ തീപ്പെട്ടിയുടെ ഒരു സർഫസാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഉരതുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് തീ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തീക്കൊള്ളി എന്ന് പറയുന്നത് കേട്ടോ, അതെ, തീപ്പെട്ടിക്കോളി. അപ്പോൾ ഈ തീപ്പെട്ടിക്കോളി നമ്മൾ ഉരതുന്ന എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും, അല്ലേ? നിങ്ങൾ ഏത് ഭാഗത്താണോ ഉരതുന്നത് ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പം ഞാനിത് ഈ താഴോട്ടായിട്ടാണ് നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി ഉരതുന്നത്. അപ്പോൾ ഈ തീപ്പെട്ടിക്കൊള്ളിയുടെ ഈ ഒരു റിലേറ്റീവ് മോഷൻ വിത്ത് റെസ്പെക്ട് ടു ദിസ് ബോക്സ്, അല്ലേ? ഈ ബോക്സിനായിട്ടുള്ള റിലേറ്റീവ് മോഷൻ കാരണം കൊണ്ട് എന്തുണ്ടാകുന്നു? ഇവിടെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇതേ ഇങ്ങോട്ടായിരിക്കും, മുകളിലോട്ടായിരിക്കും. ഓക്കെ, ആ ഫോഴ്സാണ് എന്ത് പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട് കേട്ടോ കുട്ടികളെ. രണ്ട് തരത്തിലുണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒന്ന് റോളിംഗ് ഫ്രിക്ഷൻ, മറ്റൊന്ന് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഒന്ന് റോളിംഗ് ഫ്രിക്ഷൻ, മറ്റൊന്ന് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഈ രണ്ട് ഫോഴ്സുകളും നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ പഠിക്കാം. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവിക്കുന്നത് ഒബ്ജക്റ്റുകൾ തമ്മിൽ റോള് ചെയ്യുമ്പോഴാണ്. റോൾ എന്ന് വെച്ചാൽ ഉരുളുമ്പോഴാണ്. ഉരുളുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു തടിമില്ല് കണക്കാക്കാം, ഒരു വുഡ് മില്ല്. ആ തടിമില്ലിൽ എന്തുണ്ടാവുക? ഒരുപാട് തടികളുണ്ടായിരിക്കും. ഈ തടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരെ കൊണ്ട് അധികമൊന്നും അത് നീക്കാൻ സാധിക്കാറില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വി വിൽ സീക്ക് ഫോർ എ ഹെൽപ്പ്, അല്ലേ? നമ്മൾ സഹായം അന്വേഷിക്കും. ഇപ്പോൾ നമ്മൾ ഒരാളെ കൊണ്ട് നീക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഒരു 5-6 പേരെ കൊണ്ട് അത് സാധ്യമാവും. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഇവിടെ ഒരു തടിയുണ്ട്. ഇതാണ് നമ്മുടെ വുഡ്. ഈ വുഡ് നമ്മൾ ഒരാൾ നിന്നിട്ട് ഇതിന് വലിക്കുകയാണ്, ഒരു കയറിട്ടിട്ട് ഈ വുഡ് വലിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരാൾ. ഓക്കെ, അയാൾ നിന്ന് വലിക്കുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? അതേസമയം ഇതേ തടി തന്നെ ഒരു 5 പേര് നിന്നിട്ട് ഉരുട്ടുക എന്ന് വിചാരിക്കുക. ഓക്കെ, 5 ആൾക്കാർ നിന്നിട്ട് ഈ തടി അങ്ങ് ഉരുട്ടി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ തടി ആദ്യത്തെ മോഷനെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്റിനായിട്ട് നീങ്ങും, അല്ലേ? യെസ്, ആദ്യത്തെ കണ്ടീഷനെ അപേക്ഷിച്ച് തടി രണ്ടാമത്തെ കണ്ടീഷനിൽ കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ഒബ്ജക്റ്റിനെ റോൾ ചെയ്തു. ഒബ്ജക്റ്റിനെ റോൾ ചെയ്തപ്പോൾ അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായി ഒബ്ജക്റ്റിനെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ എന്തായിരുന്നു? കുറവായിരുന്നു. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒബ്ജക്റ്റ് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്തു. അതേസമയം ആദ്യത്തെ കേസിൽ നമ്മുടെ തടി വലിക്കുകയായിരുന്നു, നമ്മളതിന് സ്ലൈഡ് ചെയ്യായിരുന്നു. സ്ലൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സിന് കുറവൊന്നും സംഭവിക്കുന്നില്ല. സോ ദർ ഇസ് എ ഡിഫിക്കൽട്ടി ഫോർ ഡ്രാഗിങ് ദാറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ വസ്തുക്കളെ ഡ്രാഗ് ചെയ്യുമ്പോൾ അത് അനുഭവിക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്?
സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. അതേസമയം വസ്തുക്കൾ റോൾ ചെയ്യുമ്പോൾ, ഉരുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഈ ഒരു ചെറിയൊരു എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഏത് ഫ്രിക്ഷനാണ് ഏറ്റവും നല്ലത്. സ്ലൈഡിംഗ് ഫ്രിക്ഷനാണോ അത് റോളിംഗ് ഫ്രിക്ഷനാണോ? ഡെഫിനറ്റ്ലി റോളിംഗ് ഫ്രിക്ഷൻ തന്നെയാണ് അല്ലേ. വസ്തുക്കൾ ഉരുട്ടുമ്പോഴാണ് അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് റെഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു തത്വം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു സീക്രട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല ഒബ്ജക്റ്റുകളും, നമുക്ക് ചുറ്റുള്ള പല കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ അറിയാം, പല ഒബ്ജക്റ്റുകളും നമ്മൾ റോൾ ചെയ്യുന്നതാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരിക്കും. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ ട്രോളി ഉണ്ടാവും അല്ലേ, ട്രോളി ബാഗ്. ഈ ട്രോളിയുടെ പ്രത്യേകത എന്താണ്? ആ ബാഗിൻ്റെ അടിയിൽ ചെറിയ ചക്രങ്ങളുണ്ടായിരിക്കും. അപ്പം നമ്മൾ കുറേ ലഗേജ് ഉണ്ടാക്കിയിട്ട്, നമ്മൾ കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഈ ചക്രങ്ങളൊന്നും ഇല്ലാത്ത ഈ ഒരു ബോക്സ്, അല്ലെങ്കിൽ ചക്രങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു ബാഗ് നീക്കുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പക്ഷേ നമ്മളതിൽ ചക്രങ്ങൾ ഘടിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇറ്റ് ബിക്കം സോ ഈസി ടു ഡ്രാഗ് ഇറ്റ് അല്ലേ. വളരെ ഈസി ആയിട്ട് അതിനെ മൂവ് ചെയ്യാൻ സാധിച്ചു. സോ ദാറ്റ് സ്റ്റാൻഡ് ഫോർ വൈ വി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് wheels in our daily life. We reduces the friction by that, and that makes our movements very easy. അങ്ങനെയുള്ള പല എക്സാമ്പിളുകളും നിങ്ങൾക്ക് ചുറ്റിലുണ്ടാവുമല്ലോ, അതൊന്ന് കണ്ടുപിടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ റോളിംഗ് ഫ്രിക്ഷനാണ് ഏറ്റവും നല്ലൊരു ഫ്രിക്ഷനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്. സ്ലൈഡിങ്ങിനെ അപേക്ഷിച്ച് റോളിങ്ങിൻ്റെ ഗുണവും നമ്മൾ തിരഞ്ഞെടുത്തു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ ഫ്രിക്ഷൻ എപ്പോഴും ഉപയോഗപ്രദമായിട്ടുള്ളതാണ് എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എല്ലാ സമയവും അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെപ്പോഴും നല്ലതും ചീത്തതും ഉണ്ടായിരിക്കും അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഫ്രിക്ഷൻ്റെ കാര്യം. ഫ്രിക്ഷന് ഒരു ഗുഡ് ബെനിഫിറ്റ് ഉണ്ട്, അതേപോലെ നോൺ ബെനിഫിഷ്യൽ ആയിട്ടുള്ള സൈഡും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് എക്സാമ്പിൾസുകൾ ഞാനിവിടെ പറയുന്നുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൽ നിന്ന് തന്നെ ഒബ്സർവ് ചെയ്തിട്ട് കണ്ടെത്തും. ഫ്രിക്ഷൻ എപ്പോഴാണ് ബെനിഫിറ്റ് ആവുന്നത്? ബെനിഫിഷ്യൽ സൈഡ് ഓഫ് ഫ്രിക്ഷൻ, ദെൻ നോൺ ബെനിഫിഷ്യൽ സൈഡ് ഓഫ് ഫ്രിക്ഷൻ. ബെനിഫിഷ്യൽ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ മാച്ച് ബോക്സ് അല്ലേ, മാച്ച് ബോക്സ്, ലൈറ്റ്നിങ് എ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ ബെനിഫിഷ്യൽ സൈഡാണ്. ഫ്രിക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് തീ ഉണ്ടാക്കാൻ സാധിക്കുന്നു. പണ്ട് ആദിമകാലത്ത് മനുഷ്യൻ തീ കണ്ടുപിടിച്ചത് അതേപോലെ തന്നെയാണ് കേട്ടോ. രണ്ട് കല്ലുകൾ തമ്മിൽ കൂട്ടി ഉരസി ഇപ്പോഴാണ് എന്ത് സംഭവിച്ചത്? തീ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ തീ ഉണ്ടാക്കുക എന്നുള്ളത് ബെനിഫിഷ്യൽ സൈഡാണ്. പക്ഷെ അതേസമയം നോൺ ബെനിഫിഷ്യലും കൂടിയാണ് ഈ ഒരു കാര്യം കേട്ടോ. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സിൽ എന്തായാലും എന്തുണ്ടാകുന്നുണ്ട്? ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അമിതമായിട്ട് ഹീറ്റ് എനർജി വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം നഷ്ടം ഉണ്ടാക്കും. ഇറ്റ് കോസസ് വെരി ലോസ്റ്റ്. അപ്പോൾ ഒരു ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എക്സ്പീരിയൻസ് അല്ല, ഒരു ഇവൻറ്റ് തന്നെ പറയാം. ഈ ബഹിരാകാശ വാഹനങ്ങളൊക്കെ ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചു വരികയെന്ന് വിചാരിക്കാം. അപ്പോൾ പല അപകടങ്ങളും അവർക്ക് സംഭവിക്കാറുണ്ട്. ചിലത് ആകാശത്തു നിന്ന് വെച്ച് തന്നെ കത്തിയെരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ കൽപ്പന ചാവള നമ്മളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്ത്യക്കാരിയായിട്ടുള്ള ബഹിരാകാശ ശാസ്ത്രജ്ഞയായിരുന്നു, യാത്രികയുമായിരുന്നു. അവരുടെ വാഹനത്തിൻ്റെ കൊളാഷൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ അതിലെന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഒരു ഒബ്ജക്റ്റ് കടക്കുമ്പോൾ അന്തരീക്ഷത്തിലെ വായുവും അതേപോലെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ സർഫസും തമ്മിൽ ഉരസുന്നുണ്ട്. ഓക്കെ,
അന്തരീക്ഷവും ഒബ്ജക്റ്റിൻ്റെ സർഫസും തമ്മിൽ ശക്തിയായി ഉരസുന്നുണ്ട്. സോ വാട്ട് ഹാപ്പൻസ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുമ്പോൾ എന്തുണ്ടാകുന്നു, കൂടുതൽ ഹീറ്റ് എനർജി ഉണ്ടാകും. അങ്ങനെ ആ ഒബ്ജക്റ്റുകൾ കത്തിപ്പോവാൻ ഇടയാകുന്നു. അപ്പോൾ ഫ്രിക്ഷൻ്റെ ഏറ്റവും നോൺ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു സൈഡാണ് ഹീറ്റ് ജനറേഷൻ എന്നുള്ളത്. ഓക്കെ, ഹീറ്റ് എനർജി ഡിസിപ്പേഷൻ. ഇത് തന്നെയാണ് ഈ ഉൽക്കകൾ. നിങ്ങൾ മെറ്റീരിയോട്സിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ മെറ്റീരിയോട്സ് എന്ന് പറഞ്ഞാൽ ആകാശത്തിലുള്ള ഉൽക്കകളാണ്. അപ്പോൾ ഇവർ ഇടയ്ക്കൊക്കെ നമ്മുടെ ഭൂമിയിലേക്ക് ഇങ്ങനെ പതിക്കും. ഭൂമിയിൽ അന്തരീക്ഷമില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഭൂമിയിൽ പതിച്ചാൽ ചന്ദ്രൻ്റെ ഉപരിതലം എങ്ങനെയാണോ അതേപോലെ ഭൂമിയുടെ ഉപരിതലം മാറും. പക്ഷേ അങ്ങനെയൊന്നും നമ്മുടെ ഭൂമിയെ നശിപ്പിക്കാൻ നമ്മുടെ അന്തരീക്ഷം അതുപോലെ ഗുരുത്വാകർഷണ ബലമൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ മെറ്റീരിയൽസ് ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുമ്പോൾ ഇതേപോലെ നമുക്ക് ചുറ്റും അന്തരീക്ഷമുണ്ട് അല്ലേ. ഈ അന്തരീക്ഷമായി ഘർഷണത്തിൽ ഏർപ്പെടുകയും മെറ്റീരിയൽസിൻ്റെ സർഫസിൽ ഫ്രിക്ഷൻ ഫീൽ ചെയ്യുകയും കോൺസിക്വൻ്റായിട്ട് എന്ത് സംഭവിക്കുന്നു, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ മെറ്റീരിയൽസൊക്കെ ഓട്ടോമാറ്റിക്കലി കത്തിപ്പോവും. ഓട്ടോമാറ്റിക്കലി കത്തിപ്പോകുന്ന ചില കാര്യങ്ങളാണ് ചില സമയത്ത് നിങ്ങൾ ആകാശത്ത് നോക്കിയാൽ കാണുന്നത്. എപ്പോഴും കാണണം എന്നില്ല കേട്ടോ. ചില സമയത്ത് ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില വസ്തുക്കൾ ഇങ്ങനെ വീഴുന്ന പോലെ തോന്നും, പക്ഷെ പെട്ടെന്നത് അപ്രത്യക്ഷമാവും. സംഭവം ഇതാണ്, മെറ്റീരിയൽസ് കത്തിയെറിഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ അതൊരു ഫ്രിക്ഷൻ്റെ ബെനിഫിഷ്യൽ സൈഡിനും പറയാം, അതേപോലെ നോൺ ബെനിഫിഷ്യൽ സൈഡിനും പറയാം. പിന്നെ ബെനിഫിഷ്യൽ സൈഡിൽ നമുക്ക് പറയാവുന്ന കാര്യമാണ് റോളിംഗ് ഫ്രിക്ഷൻ അല്ലേ. റോളിംഗ് ഫ്രിക്ഷനൊക്കെ എന്താണ്, റോളിംഗ് ഫ്രിക്ഷനും ആൻഡ് സ്ലൈഡിങ് ഫ്രിക്ഷൻ. ഓക്കെ, അതൊക്കെ ബെനിഫിഷ്യൽ സൈഡ് തന്നെയാണ് കേട്ടോ. ആപ്ലിക്കേഷനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ബെനിഫിഷ്യലാണ്. നമുക്കൊരു മൂവ്മെൻറ്റ്, ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് വളരെ ഈസിയാക്കി മാറ്റാൻ റോളിംഗ് ഫ്രിക്ഷനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നോൺ ബെനിഫിഷ്യൽ സൈഡ് നമുക്ക് നോക്കാം. നോൺ ബെനിഫിഷ്യൽ സൈഡിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉള്ള കാര്യമാണ്. നിങ്ങളൊരു ചെരുപ്പ് തന്നെ ഒരു 5-6 വർഷം ഇട്ട് നടക്കുമെന്ന് വിചാരിക്കുക. 5-6 വർഷമൊക്കെ ഒരു ചെരുപ്പ് നിൽക്കുമെന്നുള്ളത് സംശയമാണ്. എങ്കിൽ പോലും പറയാണ്, ചെരുപ്പുകൾ നമ്മൾ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതിന് തേയ്മാനം വരും അല്ലേ. അത് തേഞ്ഞ് പോവും. അതെങ്ങനെയാണ് തേഞ്ഞ് പോകുന്നത്, ചെരുപ്പുകൾ എങ്ങനെയാണ് തേഞ്ഞ് പോകുന്നത്? യെസ്, നമ്മൾ നടക്കുമ്പോൾ, ഇതാണ് നമ്മുടെ കാൽപാദം എന്ന് വിചാരിക്കുക. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാൽപാദങ്ങൾ മുന്നോട്ട് നീങ്ങാണ്. പക്ഷേ ഇവിടെ ഈ ഒരു നീക്കത്തിന് ഓപ്പോസിറ്റുമായിട്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ട് ബാക്കിലോട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ചെരുപ്പുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നത്. അത് ചെരുപ്പുകൾക്ക് മാത്രമല്ല ചക്രങ്ങൾക്കും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ടയറുകളൊക്കെ ഇല്ലേ, കാറിൻ്റെ അതേപോലെ ലോറിയുടെ ഒക്കെ ടയറുകൾ അവർ കാലാകാലങ്ങളായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തേയ്മാനം സംഭവിക്കും. അതിന് പറയുന്ന പേരാണ് വിയർ ആൻഡ് ടിയർ കേട്ടോ. വിയർ ആൻഡ് ടിയർ ഓഫ് ടയേഴ്സ് ആർ യൂസ്ഡ് ഓർ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഫ്രിക്ഷൻ. സോ അതുകൊണ്ട് നമുക്കത് ഫ്രിക്ഷൻ്റെ ഒരു നോൺ ബെനിഫിഷ്യൽ സൈഡായിട്ട് പറയാം. ഫ്രിക്ഷൻ്റെ ഒരു നോൺ ബെനിഫിഷ്യൽ സൈഡായിട്ട് പറയാം വസ്തുക്കളിൽ ഉണ്ടാകുന്ന തേയ്മാനം, എസ്പെഷ്യലി ചെരുപ്പ് അതുപോലെ ടയർ. ഓക്കെ, അതൊക്കെയാണ് നോൺ ബെനിഫിഷ്യൽ സൈഡ്. ഇനി മൂന്നാമത്തെ, അതായത് എൻ്റെ എക്സാമ്പിൾ 3 വരെയേ ഉള്ളൂ, ബാക്കി 2 നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാം. മൂന്നാമത്തെ എക്സാമ്പിൾ ബെനിഫിഷ്യൽ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് വെള്ളം കോരുന്ന കപ്പി കണ്ടിട്ടുണ്ടോ? നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന കപ്പി. ഓക്കെ, ഈ കപ്പിയിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, കയറ് യൂസ് ചെയ്യുന്നുണ്ട്, കപ്പി കറങ്ങുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഈ കപ്പിയിൽ നമ്മൾ ചില കാലങ്ങളിൽ നമ്മൾ ഒരുപാട് കാലം നമ്മൾ വെള്ളം കോരുകയാണെങ്കിൽ ഈ കപ്പി ഒരു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സൗണ്ട് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് എണ്ണ തേക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ബോൾ ബെയറിംഗ്, അതായത് കപ്പിയുടെ ഉള്ളിൽ ഇങ്ങനെ തരം ചെറിയ ചെറിയ ബോളുകൾ നമ്മൾ ഘടിപ്പിക്കും. ഓക്കെ, ബോൾ ബെയറിംഗ് യൂസ് ചെയ്യും. ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്നറിയാമോ? നമുക്ക് ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ ഓബ്ജക്റ്റിന് ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ബോൾ ബെയറിംഗ്, അതേപോലെ എണ്ണ, മണ്ണെണ്ണ, ഗ്രാഫൈറ്റ് തുടങ്ങിയിട്ടുള്ള ഓയിലുകളൊക്കെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൂബ്രിക്കൻസ്, ബോൾ ബിയറിങ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഷൻ ഈസി ആക്കി മാറ്റാം, ആൻഡ് നമുക്ക് അത്ര എഫേർട്ടൊന്നും എടുക്കില്ല. അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് ബെനിഫിഷ്യൽ സൈഡിലായി പറയാം. നോൺ ബെനിഫിഷ്യൽ സൈഡിൽ നമുക്ക് പറയാവുന്ന വേറൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഫ്രിക്ഷനാണ്, അല്ലേ? അന്തരീക്ഷത്തിലുള്ള ഫ്രിക്ഷൻ, അന്തരീക്ഷത്തിലേക്ക് ഒരു ഒബ്ജക്റ്റ് കടക്കുമ്പോഴോ അല്ലെങ്കിൽ അന്തരീക്ഷം വിട്ട് പോകുമ്പോഴോ അന്തരീക്ഷവും ആ ഒബ്ജക്റ്റിൻ്റെ സർഫസും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലേ? നല്ല ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഫ്രിക്ഷൻ കാരണം കൊണ്ട് അമിതമായിട്ടുള്ള ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അമിതമായിട്ടുള്ള ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റ് എനർജി എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അപകടകാരിയാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് പറയാം? നോൺ ബെനിഫിഷ്യൽ സൈഡ് ഓഫ് ദി ഫ്രിക്ഷൻ എന്ന് പറയാം. അപ്പോൾ പൊതുവേ നമുക്ക് ഫ്രിക്ഷൻ എന്നല്ല, ഘർഷണത്തിന് നമ്മൾ ഇറ്റ് ഈസ് എ നെസസറി ഇവൽ എന്ന് പറയാം, അല്ലേ? നെസസറി ഇവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാവശ്യമാണ്, എന്നാൽ പക്ഷേ അപകടകാരിയും കൂടിയാണ്. ഇക്കാര്യം വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഫ്രിക്ഷൻ ക്ലാസ്സാണ്. ഫ്രിക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ഫ്രിക്ഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്താണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു. അതേപോലെ ഫ്രിക്ഷൻ്റെ 2 തരത്തിലുള്ള ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷനും സ്ലൈഡിംഗ് ഫ്രിക്ഷനെയും കുറിച്ചിട്ട് പറഞ്ഞു. പിന്നെ ഫ്രിക്ഷൻ്റെ ബെനിഫിഷ്യലും നോൺ ബെനിഫിഷ്യലായിട്ട് സൈഡുകൾ, അതിനെ കുറച്ച് എക്സാമ്പിൾസാണ് ഡിസ്കസ് ചെയ്തത്. 3 എക്സാമ്പിൾസുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 2 നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഫ്രിക്ഷൻ്റെ ക്ലാസ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് തന്നെ ഫ്രിക്ഷനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുക. താങ്ക് യു സോ മച്ച്.